നിയമസഭയിൽ നിന്ന് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനെ പോലെ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം തിളച്ചു പൊന്തുകയായിരുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ കാട്ടുന്നു. ഇത് കണ്ട് ഗതികെട്ട് സ്പീക്കർ എൻ ഷംസീർ ഒരൊറ്റ ചോദ്യം ചോദിച്ചു. അതോടുകൂടി സംഗീശൻ്റെ റിലേ വിടുകയാണ്. സ്വാഭാവികമായിട്ട് ചോദിച്ചു. സഭയിൽ കിടന്ന് വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാട് പോലെ ഉറഞ്ഞു തുള്ളുകയാണ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ തുള്ളുന്നതിനിടയിലാണ് സ്പീക്കറിൻ്റെ ഈ മാസ് ചോദ്യവും അതിനുശേഷമുള്ള ആ ഒരു വെറൈറ്റി മോങ്ങലും പുറത്തു വന്നത്. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡർ ഓപ്പോസിഷന്. ആരാണ് ഓപ്പോസിഷൻ ലീഡർ? ആരാ പറ. സർ, അങ്ങൊരു ചോദ്യം ചോദിച്ചു, ആരാണ് പ്രതിപക്ഷ നേതാവ്? സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ്. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയായിട്ട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. ഇവിടെ അങ്ങ് കൂട്ടുകയാണ്. ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അങ്ങ് ഹനിച്ചത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യോത്തര വേള ഞങ്ങൾ ബഹിഷ്കരിക്കും. അപക്വമാണത്രേ. നിങ്ങൾക്ക് സ്പീക്കർ കസേരയിൽ ഇരിക്കേണ്ടി വന്നതിൻ്റെ വിഷമമാണത്രേ ഈ ചോദ്യം ചോദിച്ചത്. ഒരു പ്രതിപക്ഷ നേതാവായാൽ പ്രതിപക്ഷത്തെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമാണുള്ളത്. ഇത് ഓരോരുത്തരും പ്രതിപക്ഷ നേതാവ് കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഘടനയിൽ സ്വാഭാവികമായും സ്പീക്കറിന് ഇത് ചോദിക്കേണ്ടി വരും. അത് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള പൊള്ളലേറ്റ് സീരിയസ് മോങ്ങലുമായിട്ട് ഇറങ്ങുമ്പോൾ അതൊക്കെ നാട്ടുകാർ കണ്ട് ചിരിക്കുന്നുണ്ടെന്ന് സംഗീതം മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം ഊളത്തരം കാണിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നതല്ല സ്പീക്കർ. സ്വാഭാവികമായിട്ട് ചോദിക്കും ആരാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവെന്ന്. സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ആകെ അറിയാമെന്നുള്ളത് ഇവിടുത്തെ മാപ്രകൾക്ക് മാത്രമാണ്. സ്പീക്കർക്ക് പോലും ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ പരമദയനീയമാണെന്ന് സതീശൻ മനസ്സിലാക്കുക. സതീശൻ PR ഏജൻസികളെയും മാപ്രകളെയും കൊണ്ട് ഇത്രയും വലിയ കളി കളിച്ചിട്ട് സ്പീക്കർ പോലും മറന്നുപോയി ആരാണ് പ്രതിപക്ഷ നേതാവ്. അതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. എന്തായാലും ഇന്നത്തെ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ മാധ്യമങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ട് വന്ന് ഇന്നു മുതൽ ഞങ്ങൾ സഭയിൽ തിളച്ചു മറിയും, പൊട്ടിത്തെറിക്കും. പക്ഷേ മൊത്തം കോമഡിയാണ്. ഒറ്റ ചോദ്യത്തിൽ പൊട്ടിത്തെറിക്കലും തിളച്ചു മറിയലെല്ലാം അവസാനിച്ചു. അതാണ് ഇന്ന് കണ്ട ഈ ദൃശ്യം. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയായിട്ട് തെളിയിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ചെയറിനെതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വമതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹം ഇതോടുകൂടി അർഹനായിരിക്കുകയാണ്. ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങ് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്കഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്തൻ കൗളാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്തൻ കൗളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വമായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചെയറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത്. സർ, നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത്. ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാൻ.